ഹലോ, നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഞാനപ്പോൾ ഡിസ്പെൻസറിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു കേക്കൊക്കെ വാങ്ങിച്ച് ഡിസ്പെൻസറിയിൽ കൊണ്ടുപോയി മുറിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നമുക്കവിടെ തൊട്ടടുത്ത് ഒരു അംഗനവാടി കൂടി ഉണ്ട് കേട്ടോ, എൻ്റെ ഡിസ്പെൻസറിയുടെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ നമ്മൾ എന്ത് സെലിബ്രേഷൻ ഉണ്ടെങ്കിലും രണ്ടുപേരും കൂടി ഒരുമിച്ചായിരിക്കും എല്ലാം ചെയ്യുന്നത്. അവിടെ എന്ത് നടന്നാലും ഞങ്ങൾ ജോയിൻ ചെയ്യും, ഞങ്ങളുടെ എവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരും ജോയിൻ ചെയ്യും. സോ ന്യൂ ഇയറൊക്കെ അല്ലേ, അപ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മളൊരു ചെറിയ കേക്കൊക്കെ മുറിച്ച് മധുരമൊക്കെ കഴിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2025 നമ്മൾ കടന്നു. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ആരോഗ്യപരമായും എല്ലാം നല്ലത് മാത്രം വരുത്തട്ടെ. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് എല്ലാവർക്കും. അതൊക്കെ എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും ഉണ്ടാവും, നമുക്കും ഉണ്ട്, എല്ലാവർക്കും തന്നെയുണ്ട്. അതൊക്കെ കഴിഞ്ഞ വർഷം സാധിക്കാൻ പറ്റാത്തതൊക്കെ ഈ വർഷം സാധിക്കട്ടെ. എല്ലാത്തിനും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. സോ ഗൈസ്, നമ്മുടെ കേക്ക് റെഡിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി എല്ലാവരും വിളിച്ച് കട്ട് ചെയ്യാനുള്ള പരിപാടിയൊക്കെ നോക്കിയാലോ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിക്കുകയാണ്. നമുക്ക് എൻ്റെ ചുറ്റിനും അംഗനവാടിയിലെ എല്ലാ കുട്ടികളും ഉണ്ട്. ഇന്ന് വന്ന മാക്സിമം എല്ലാവരും തന്നെ എൻ്റെ അടുത്തുണ്ട്. സോ എല്ലാവരും ഭയങ്കര ഹാപ്പി മൂഡാണ്. ന്യൂ ഇയർ ആയിട്ട് കേക്കൊക്കെ മുറിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ ഡിസ്പെൻസറിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും ഓരോ ചെറിയ പീസ് വെച്ചിട്ട് എല്ലാവർക്കും വായിൽ വെച്ച് കൊടുത്തു. രസം എന്താണെന്ന് വെച്ചാൽ, ഞാനത് കൊടുക്കുമ്പോൾ അവിടെ നിന്നിട്ട് എല്ലാവരും ഡോക്ടറെ എനിക്കിതാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. കാരണം അവരുടെ ലൈഫിൽ ഇതൊക്കെ ഒരു എൻജോയ്മെൻ്റ് ആണല്ലോ. സോ ഞങ്ങളും ഹാപ്പിയായിരുന്നു, അവരും ഹാപ്പിയാണ്. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും ഓരോ പീസ് വീതം ഞാൻ എല്ലാവർക്കും തന്നെ എത്തിച്ചു. അത് കഴിഞ്ഞ് എല്ലാവരും എൻ്റെ റൂമിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് ഇവരുടെ അംഗനവാടി കേട്ടോ. നെക്സ്റ്റ് റൂം തന്നെയാണ് ഇവരുടെ. സോ അവിടുത്തെ ബഹളവും ഒച്ചപ്പാടും എല്ലാം എനിക്ക് എപ്പോഴും കേൾക്കാം. അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോയി ഇരുത്തി. അതിന് ശേഷം നമ്മളെല്ലാവർക്കും ഇങ്ങനെ ചെറിയ പാത്രത്തിലാക്കിയിട്ട് ഓരോ പീസ് വെച്ച് കൊടുക്കാനായിരുന്നു പ്ലാൻ. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ഞാൻ ലാസ്റ്റ് സ്റ്റാഫിനൊക്കെ കൊടുത്തു. എല്ലാവരും നല്ല ഹാപ്പി മൂഡിലാട്ടോ. ന്യൂ ഇയറിൻ്റെ ഒരാഘോഷം ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം. സോ നമുക്ക് അപ്പുറത്തേക്ക് പോയി നോക്കാം. അതാ എല്ലാവർക്കും അംഗനവാടിയിലെ ആൻറ്റി പാത്രത്തിലാക്കി കേക്കൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ്. എല്ലാവരും നല്ല അച്ചടക്കത്തോടു കൂടി ഒന്ന് കഴിക്കുന്നത് കണ്ടോ. അങ്ങനെ ഇതോടുകൂടി ഞങ്ങളുടെ ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ അംഗനവാടിയിലെ ഡിസ്പെൻസറിലെ ആഘോഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, ബൈ.